നമ്മള് ഫ്രോഡുകളായി ഗൈസ്. ഓ മൈ ഗോഡ്. നീ റംബൂട്ടാൻ തിന്നിട്ട് നിന്റെ ലിപ്സ്റ്റിക്ക് പോയി. അത് നേരത്തെ പോയി. പോപ്പിൻസ് തിന്നപ്പോഴേ പോയി. നീ പോപ്പിൻസ് തിന്നോ? എനിക്ക് തന്നില്ലല്ലോ. ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ലേ? റിലാക്സ് ആയില്ലേ? ഹലോ ഗൈസ്, ദിസ് ഈസ് ഏജന്റ് ജോസം. വെൽക്കം ബാക്ക് ടു ഹേ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഗേൾസ് ഗ്രൂപ്പ് ആയിട്ട് ഒരു ഡേറ്റിന് പോകണം. എവിടെയാണ് നമ്മൾ ഡേറ്റിന് പോകുന്നത്? കനാൽ. ഏതോ ഒരു കനാലില് 22 വയസ്സായിട്ട് ഇതുവരെ വളരാത്ത നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ രണ്ട് ക്യൂട്ട് ഗേൾസ്. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഒരിക്കലും പ്രായം തോന്നിക്കില്ല. പൊക്കം ഇപ്പോഴത്തെ കാലത്തെ ചെക്കന്മാർക്ക് ഷോർട്ട് ഗേൾസിനെയാണ് ഇഷ്ടം. We are not short, we are just cute. Cute lady. This is Shibya. Shibya is the leader of this trip. എന്തിനാണ് ഇങ്ങനെ നടക്കുന്ന ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത്? ബസ്സിന് പോവാൻ ഇവള് പോലും പൈസ എടുത്തില്ല. എനിക്ക് തരാനുള്ള ഷെയർ ഇതുവരെ ഇവിടെ തന്നിട്ടില്ല. ഇവള് നീ കോടിക്കണക്കിന് പൈസ തരാനുണ്ട്. കവറിൽ എന്തൊക്കെയുണ്ട്? വാട്ട്സ് ഇൻ യുവർ ബാഗ്? തോർത്ത് എന്തിനാ? നനയുമ്പോ തുടക്കാൻ മീൻസ് തോർത്താൻ. പിന്നെ ഒരു സോ കെയറിംഗ് ഗേൾ. പിന്നെ ഒരു കൊടയുണ്ട്, മഴ വരുമ്പോ നനയാതിരിക്കും. ഒരു കൊടയുള്ളേ മാത്രമേ. നനഞ്ഞിട്ടല്ലേ വരുന്നത്, പിന്നെ മഴ പെയ്ത് നനഞ്ഞാൽ എന്താ? അല്ല, ഓൾറെഡി നമുക്ക് പനിയുണ്ട്. അപ്പൊ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങില്ല? നമ്മൾ കാല് നനയ്ക്കാൻ മാത്രമേ. കാല് നനയ്ക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ വരുന്നേ? അല്ല, ചിലപ്പോ ഇറങ്ങുമായിരിക്കും. ആക്ച്വലി നമ്മള് ഫൈനൽ ഇയർ LLB ആണ്. അത് ആ പിള്ളേരുടെ ആണ്. വാ, ഇന്നലെ അവര് കളിച്ചു. നമുക്ക് ഫുട്ബോൾ വെച്ച് കുറച്ച് ഫുട്ബോൾ കളിച്ചാലാ? അറിയോ കളിക്കാൻ? ഇതൊക്കെ പഠിക്കുന്നതല്ലേ. തട്ടിയെ പോരെ കാല് വെച്ച്. അതെ. പട്ടിയെ കണ്ടിട്ട് പേടിച്ചോ? നമ്മൾ പേടിച്ചില്ല, ചെറുതായിട്ടൊന്ന് ഫിയർ ആയതേ ഉള്ളൂ. യുനോ ഈ ദീസ് വ്ലോഗർ എല്ലാ കാര്യത്തിലും ധൈര്യമാണെങ്കിലും പട്ടി പൂച്ചനെ കാണുമ്പോ പേടിത്തൊണ്ടിയാ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അതാണ് റിയാലിറ്റി. അയ്യോ, എവിടെ പഠിച്ചേനെ? ഏത് മൂഡ്? പൊളിമൂട്. ഗായ്സ്, നമ്മൾ 5 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ നമുക്ക് പല പല ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ചേട്ടനെ കണ്ടുപിടിക്കണം, ക്രഷ് അടിക്കണം, പ്രൊപ്പോസ് ചെയ്യണം. 4 വർഷത്തെ അഗാധമായ പ്രേമത്തിന് ശേഷം ഫൈനലി ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. പക്ഷെ ഒന്നും നടന്നില്ല, മൊത്തവും 3G ആയിപ്പോയി. എല്ലാവരും കാര്യം പറഞ്ഞത് റിലേറ്റബിൾ ആണ്. എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ അതല്ലേ. എല്ലാവരും മൂഞ്ചി എന്നുള്ള കാര്യം പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇന്നും മെനിഞ്ഞാന്നും മൂഞ്ചി. അത് 5 മിനിറ്റ് മൂഞ്ചിട്ട് ഇപ്പോഴും മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു. ഷിബിയ മൂഞ്ചുന്നുണ്ടോ? ഇല്ല, എനിക്ക് 5 വർഷമായിട്ട് ട്രൂ ലവ് ആണ് ഗൈസ്. അത് ഇപ്പോഴും കള്ളത്തിന് 5 വർഷമായിട്ട് 25 ലൈൻ ഉണ്ട്. നല്ലപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ സോ ഫൈനലി വി ആർ ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് ഇയർ. അത് പറിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ ആഡ് ചെയ്യാം, എന്നിട്ട് തിന്നാനൊക്കെ പോകുന്ന പോലെയൊക്കെ കാണിക്കാറുണ്ട്. You are a very good script writer. Thank you for the compliment. നമ്മൾ ഫോൺ മാറ്റിയിരിക്കുകയാണ് ഗൈസ്, ബിക്കോസ് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് തീർന്നു. താങ്ക് യു സ്മൃതി. സ്മൃതിയുടെ ഫോണാണിത്. വെരി ഗുഡ് ക്യാമറ. വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ഇവിടെ എല്ലാ ദിവസവും വീഡിയോ എടുത്ത് വെക്കും, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് അത് സ്റ്റോറേജ് ആയിട്ട് കിടക്കും. നല്ല ലുക്ക് ഉണ്ടടി കാണാൻ. ഏത് ഫോണാ? അത് വിവോ. ഒരെണ്ണം പറിച്ചാൽ ഇപ്പൊ എന്താ? ഒന്നല്ല, 6 ഒപ്പിക്കാൻ പറ്റും. ഇനിയും വേണോ? ഒരു 6 ഒപ്പിക്കാൻ പറ്റും. ഇത് പച്ചയായിട്ട് ഒരു പറിച്ചത്. അതുകൊണ്ട് പറിക്കും. എവിടെ? അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്കിള് ചോദിച്ച് ചോദിക്കാതെയും പറയാതെയാണോ പറിക്കുന്നേന്ന്? റംബൂട്ടാൻ പറിക്കുന്നേ. നമ്മള് ഫ്രോഡുകളായി ഗൈസ്. ഓ മൈ ഗോഡ്. ഞാൻ ജീവൻ പണയം വെച്ച്, ഞാൻ അഭിമാനം പണയം വെച്ച് പറിച്ചു. അവര് പൊക്കി. അവര് നിങ്ങൾക്ക് വേണ്ടി നാടി നിന്നെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി. ഒന്ന് വെച്ചടി പിള്ളാരെ. പാവ, അവള് ചീത്ത വിളി.
ഇത് വേണോ? വേണ്ട. പൊട്ടിക്കണോ? യെസ്. കൊള്ളാമോ? നൈസ്. എന്തായാലും കഷ്ടപ്പെട്ട് പറിച്ചല്ലേ. നല്ല എടി ഞാൻ പറിച്ച നിനക്ക് ടേസ്റ്റ് ഉണ്ടോടി? നല്ല രുചിയുണ്ട്. എനിക്കത് കണ്ടപ്പോ മനസ്സിലായി. കാരണം അതൊരു റെഡ് അല്ലായിരുന്നു. റംബൂട്ടാൻ റെഡിനെ കാട്ടിലും പീച്ച് കളർ ആവുന്ന ആ ഒരു സാധനം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, പക്ഷെ പല വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചിലത് റെഡ് ആവും, ചിലത് മഞ്ഞയാവുമ്പം നല്ല മധുരമായിരിക്കും. പക്ഷെ പീച്ച് ആയൊരു സ്റ്റേജ് ഉണ്ട്, ഒരു പിങ്ക് ആയ സ്റ്റേജ്. അപ്പം അത് നല്ല മധുരമാണ്, അത് നല്ല രസമാണ് കഴിക്കാൻ. അതാണ്. റംസി, ഷിബിയ, സ്മൃതി എല്ലാരും കൂടെ ഏതോ ഒരു റംബൂട്ടാൻ പറിക്കാനാണോ കൂടി പോകുന്നേ? എവിടെ റംബൂട്ടാൻ വന്നാലും നിനക്ക് എന്താ പ്രശ്നം? അവക്ക് സോഷ്യൽ ആൻസൈറ്റി ആണെന്ന്. ഇങ്ങോട്ട് വാടി, കഴിക്കണമെങ്കിൽ വാടി ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ അവൾ പാവമാണ്. പക്ഷെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സോഷ്യൽ ആൻസൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കംഫർട്ട് സോണിൽ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. അതല്ലേ സോഷ്യൽ ആൻസൈറ്റി. അല്ലാതെ കാണുന്നത് എല്ലാവരും കാണുമ്പോഴും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഓ ഗുഡ്, താങ്ക് യു. പീച്ചാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ എന്തൊക്കെ തള്ളു പറഞ്ഞു നേരത്തെ. പീച്ചല്ല, ചുമപ്പാണ്, റെഡാ. അത് എടുക്കണ്ടേ? സോഷ്യൽ ആൻസൈറ്റി എന്ന് ഇത് എന്റെ പൊന്നേ. നീ റംബൂട്ടാൻ തിന്നിട്ട് നിന്റെ ലിപ്സ്റ്റിക്ക് പോയി. അത് നേരത്തെ പോയി, പോപ്പിൻസ് തിന്നപ്പോഴേ പോയി. നീ പോപ്പിൻസ് തിന്നോ? എനിക്ക് തന്നില്ലല്ലോ. നിനക്ക് തന്നപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞേ. ഷുഗർ കട്ട് നീ റംബൂട്ടാനിൽ ഷുഗർ കട്ടില്ല. ഷുഗർ ഉണ്ട്. ഫ്രൂട്ട്സിൽ ഭയങ്കര ഷുഗറാണ്. ഒന്നും പറഞ്ഞ ഫ്രൂട്ട്സ് മാങ്ങയിലൊക്കെ ഭയങ്കര. മാങ്ങ ഓക്കെ, മാങ്ങ ഞാൻ തിന്നാറില്ല. റംബൂട്ടാൻ്റെ കാര്യം അറിഞ്ഞൂടാ. റംബൂട്ടാൻ തിന്നിയൊക്കെ ചെയ്യാം. കാരണം റംബൂട്ടാനിൽ എന്താ ഉള്ളത്? റംബൂട്ടാൻ വാട്ടറിയാണ് അല്ലേ? എനിക്കൊന്നും ഞാൻ അന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആശ്വസിക്കാം. അങ്ങനെ ഇത് നിനക്ക് ഇത്ര കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കഴിക്കാം. അത് മൊത്തം ലിപ്സ്റ്റിക് ആയി, എനിക്ക് വേണ്ട. ഗൈസ്, വി കാൺ ലീവ് വിത്തൗട്ട് ലിപ്സ്റ്റിക്. ആരെങ്കിലും ചോദിച്ചോ? നിനക്ക് ട്രോളിപ്പം കിട്ടും. എനിക്കില്ല, എനിക്ക് പറ്റും. ചുമ്മാ അവക്ക് പറ്റും. ഇൻ ദ സെൻസ് ദാറ്റ് അവൾ ഇടും, 5 മിനിറ്റ് കഴിയുമ്പോൾ അത് തിന്ന് അവള് തീരും. ഞാൻ വലുതായിട്ട് ഇടൂല. ഞാൻ ഇടാന്നില്ല. എവളമാര് കൊണ്ട് തേച്ച് തന്നാലും ഞാൻ ഇടൂ, ഇല്ലെങ്കിൽ ഞാൻ ഇടൂല. അവള് നാച്ചുറൽ ബ്യൂട്ടി ആണെന്ന് അറിയിക്കാനുള്ള പരിപാടിയാണ്. നീ സുന്ദരിയായിട്ട് നടക്കണം നമ്മുടെ ആഗ്രഹം. സോ നീ ലിപ്സ്റ്റിക് ഇടണം. ഞാൻ ഇടാൻ അതിനെന്താ നിന്റെ എല്ലാം കിട്ടിയല്ലോ. എന്നെ ഒന്ന് കാണിക്കണ. യു ആർ എ ബ്യൂട്ടിഫുൾ കണ്ടന്റ്. വേണ്ട, ഞാൻ മാക്സിമം മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതെ അല്ലേ? എന്റെ ഒരു സ്വഭാവം വെച്ച്. അവിടെ എന്തോടി? നമ്മളെ ഏകദേശം കനാലിന്റെ അടുത്ത് എത്തി. കനാലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അല്ലേ റംസി? നമ്മള് കനാലിന്റെ അടുത്ത് ഏകദേശം എത്തിയില്ലേ? ഏകദേശം വി റീച്ച്ഡ് എവിടെ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എത്താറായിരിക്കുന്നു നമ്മുടെ നിഗമനം. നമ്മൾ ഇതുവരെ വന്നിട്ടില്ലാത്ത പക്ഷം നമുക്ക് എവിടാന്ന് അറിയത്തില്ല. അതാണ് റിയാലിറ്റി. അപ്പോ എല്ലാരും ഫസ്റ്റ് ടൈം ആണ്, ന്യൂ പ്ലേസിലേക്കാണ് വരുന്നത്. ഓക്കെ, ഈ നടന്നതൊക്കെ ഇനി തിരിച്ചു നടക്കണം. നമ്മള് കുളിക്കുമെന്ന് അറിയത്തില്ല. വാട്ടവർ. ശരി, നമ്മൾ ഇറങ്ങിയിട്ട് വരാം. കുളിസി വേണോ? സ്ഥലം കാണിക്കേ. ഭയങ്കര സൂത്തിങ്ങാണ്. മതിയായോ? ക്ഷീണിച്ചില്ലേ? റിലാക്സ് ആയില്ലേ? റിലാക്സ് ആയി.
ഐ ആം നോട്ട്. സമയത്തിന്റെ ദൗർലഭ്യം ഞാൻ തിരിച്ചു പോകേണ്ടി വന്നു. ഓക്കെ നമ്മള് കൊഴഞ്ഞു കാശ്. കുഴഞ്ഞു. ഇനി ഇവിടുന്ന് ഈ ഇറങ്ങിയത് ഫുള്ളും ഇനി നടന്നു പോണം, ഫുഡ് കഴിക്കണം, ഉറങ്ങണം, കുളിക്കണം ഇനി അല്ലേ, ഷാംപൂ ചെയ്യണം, ഉറങ്ങണം. യെസ്. ഹാപ്പി അല്ലേ നമ്മള്? ബിരിയാണി കഴിച്ചിട്ട് ഞാൻ എല്ലാ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്തു ഓൾറെഡി. ഇനി എനിക്ക് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എനിക്ക് 2 അസൈൻമെന്റും 1 സെമിനാർ. ഓക്കെ. ഇപ്പൊ നാളെ എല്ലാ പരിപാടിയും നമുക്ക് തിരക്കാണ്. നമ്മൾ ശരിക്കും കളിച്ചു നടക്കുന്ന പിള്ളേരൊന്നും അല്ലല്ലേ. അല്ല, we are lost today. നമുക്ക് നല്ല പ്രായമുണ്ട്. ഞാൻ സ്വീറ്റ് 80. അതെ, സ്വീറ്റ് 85. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 6 വർഷം ആയെന്നേ ഉള്ളു. 6 വർഷമൊക്കെ വയസ്സായില്ലെങ്കിൽ അവള് സ്വീറ്റ് 80s. അപ്പോഴ് പരിപാടി എല്ലാം കഴിഞ്ഞു, നമ്മള് തിരിച്ചു പോവാണ്. നീ ആക്കും വയ്യല്ലേ? പരിപാടി എല്ലാം കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ. ടാറ്റാ. സൈനിങ് ഓഫ്. അനാമിക സൈനിങ് ഓഫ്. റംസി സൈനിങ് ഓഫ്. ഫർസാന സൈനിങ് ഓഫ്. ഹന്ന സൈനിങ് ഓഫ്. മാധു സൈനിങ് ഓഫ്. സ്മൃതി സൈനിങ് ഓഫ്. നൂഡിൽസ് മണ്ട സൈനിങ് ഓഫ്. ഷിബിയ സൈനിങ് ഓഫ്. ബൈ. എല്ലാ വട്ടം വെള്ളത്തിൽ വന്നിട്ടാ മൂത്രം ഒഴിച്ചിട്ട് സത്യസന്ധമായി പറയുന്ന ഏക ഒരു വിദ്യാർത്ഥി അവളാണ്. അതെ.